എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക ഫ്രൈ ആണ്. അതിനായിട്ട് പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു കടച്ചക്കയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ വറുത്തെടുക്കുക. അപ്പുറത്തൊക്കെ ഒരു എണ്ണയുടെ കോട്ടിങ് വന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല പോലെ വറുത്തെടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒഴിച്ച് നല്ല പോലെ വറുത്തെടുക്കുക. അതിനുശേഷം ആ കടച്ചക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതേ പാനിലേക്ക് തന്നെ 4 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 കുടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും 4 പച്ചമുളക് നടുവേ പിളർന്നതും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റുക. അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞതും 1 തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇറച്ചി മസാല എന്നിവ ചേർത്ത് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 പിടി കറിവേപ്പിലയും 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും കടച്ചക്ക ഫ്രൈ തയ്യാറായി. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് ഡേ, ടേക്ക് കെയർ.